രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ ആദ്യ ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് പോയിൻറ്റേഴ്സ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ച C++ കൺസെപ്റ്റുകളിൽ പ്രധാനപ്പെട്ടതാണ് ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ്, അറേയ്സ് എന്നീ കൺസെപ്റ്റുകൾ. ഈ കൺസെപ്റ്റുമായി ചേർന്ന് വരുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് സ്ട്രക്ചേഴ്സ് പോയിൻറ്റേഴ്സ്. ആദ്യമേ നമുക്ക് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കാം. നമുക്കറിയാം, പ്രോഗ്രാം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നിർദ്ദേശങ്ങൾ രണ്ട് തരമുണ്ട്. വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ ആവശ്യമില്ലാത്ത നിർദ്ദേശങ്ങളും. ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റാൻഡപ്പ് എന്ന നിർദ്ദേശം തരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. കാരണം സ്റ്റാൻഡപ്പ് എന്ന നിർദ്ദേശം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഡാറ്റ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല, നിർദ്ദേശം മാത്രം മതിയായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം ടേക്ക് എന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പകരം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണരും. എന്തെടുക്കണം? എന്ത്? അതിനൊരു ഉത്തരമുണ്ട്. ചിലപ്പോൾ അത് പെന്നാകാം, അതൊരു നോട്ട്ബുക്കാകാം. ഇതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടേക്ക് എന്ന നിർദ്ദേശം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ആവശ്യമുണ്ട്. എന്നാൽ സ്റ്റാൻഡപ്പ് എന്ന നിർദ്ദേശം വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ ആവശ്യമില്ല. നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളിൽ ഈ രണ്ട് രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും കാണാറുണ്ട്. അതായത് വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ ആവശ്യമില്ലാത്ത നിർദ്ദേശങ്ങളും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൂടെ ഡാറ്റയും കൈകാര്യം ചെയ്യണം. അതായത് പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലെ മെമ്മറിയിലാണ്. അങ്ങനെ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ആ മെമ്മറി ലൊക്കേഷനെ തിരിച്ചറിയാൻ നമ്മൾ അതിനൊരു പേര് നൽകും. ഇപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ ഒരു പേരുള്ള മെമ്മറി ലൊക്കേഷനാണ്. അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വേരിയബിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പേരുള്ള മെമ്മറി ലൊക്കേഷനാണ് വേരിയബിൾ. പക്ഷേ ഈ വേരിയബിളിന് ഒരു കുഴപ്പമുണ്ട്. അതിനുള്ളിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നിലധികം വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഒരിക്കലും ഒരു വേരിയബിളിനുള്ളിൽ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ 2 വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ 2 വേരിയബിൾ ആവശ്യമുണ്ട്. 3 വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ 3 വേരിയബിൾ ആവശ്യമുണ്ട്. 10 വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ 10 വേരിയബിൾ ആവശ്യമുണ്ട്. ഇത് തീർത്തും അപ്രായോഗികമായ ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നിലധികം വാല്യൂസ് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മാർഗമാണ് അറേ. അറേയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് സെയിം ടൈപ്പ് വിത്ത് എ കോമൺ നെയിം. അതായത് ഒരുപോലുള്ള ഒന്നിലധികം വാല്യൂസ് ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന കൺസെപ്റ്റാണ് അറേ. പക്ഷേ ഇവിടെയും ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? ഒരുപോലുള്ള വാല്യൂസ്. ഒന്നെങ്കിൽ എല്ലാം ഇൻറ്റീജർ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ
എല്ലാം ക്യാരക്ടേഴ്സ് ആയിരിക്കണം. പലതരത്തിലുള്ള വാല്യൂസ് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അറേ ഉപയോഗിച്ച് സാധ്യമല്ല. പലതരത്തിലുള്ള വാല്യൂസ്, നിങ്ങളുടെ ഐ ഡി കാർഡ് എടുത്ത് നോക്കിക്കേ. അവിടെ നിങ്ങളുടെ ക്ലാസ് നമ്പർ കാണാം, നിങ്ങളുടെ പേര് കാണാം, നിങ്ങളുടെ അഡ്രസ്സ് കാണാം, നിങ്ങളുടെ ഫോൺ നമ്പർ കാണാം, അതുപോലെ മറ്റു ഡീറ്റെയിൽസും കാണാം. ക്ലാസ് നമ്പർ അതൊരു പോയിൻ്റ് ഇല്ലാത്ത സംഖ്യയാണ്, അതുകൊണ്ട് അതൊരു ഇൻറ്റീജറാണ്. പേര് അത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്, അതുകൊണ്ട് അതൊരു സ്ട്രിങ് ആണ്. മൊബൈൽ നമ്പർ അതൊരു നമ്പറാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അത് ഒന്നിലധികം വാല്യൂസ് ഒരുമിച്ച് വരുന്നതാണ്. ഡേറ്റും മന്തും ഇയറും കൂടി ചേർന്ന് വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഫോർമാറ്റിൽ വേണം കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെയുള്ള വാല്യൂസിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അറേ എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. കഴിഞ്ഞ കൊല്ലം ഡേറ്റ ടൈപ്പ് എന്ന കൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഡേറ്റ ടൈപ്പുകൾ 3 തരം: ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പായി നമ്മൾ 5 ഡേറ്റ ടൈപ്പുകളാണ് പഠിച്ചത്: INT, CHR, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. അതിനുശേഷം നമ്മൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പായ അറേയെപ്പറ്റി പഠിച്ചു. ഒരുപോലുള്ള ഒന്നിലധികം വാല്യൂസ് കൈകാര്യം ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, 5 ഇൻറ്റീജർ വാല്യൂസ്, 10 ഫ്ലോട്ട് വാല്യൂസ്, 30 ക്യാരക്ടേഴ്സ്. ഇതൊക്കെ അറേ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ഡേറ്റകൾക്ക് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് അറേ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. എന്നാൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള വാല്യൂ കൈകാര്യം ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ്. പലതരത്തിലുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ, ഒരു സ്ട്രിങ്, ഒരു ഫ്ലോട്ട് വാല്യൂ, ചിലപ്പോൾ 2 നമ്പർ, ഒരു സ്ട്രിങ്, ചിലപ്പോൾ ഒരു നമ്പർ, ഒരു സ്ട്രിങ്, ഒരു ഫ്ലോട്ട്, വീണ്ടും ഒരു സ്ട്രിങ്. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്ട്രക്ചറിനെ പ്രീ ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്കനുസരിച്ച് അവയെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് സ്ട്രക്ചറിനെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെ യൂസർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമറാണ്. പ്രോഗ്രാമർ അയാളുടെ ആവശ്യത്തിന് തയ്യാറാക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചർ. ഇനി ഈ 3 കൺസെപ്റ്റിലും മെമ്മറിയിൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായി 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. കുട്ടികളുടെ ക്ലാസ് നമ്പർ, നെയിം, വെയ്റ്റ് എന്നീ ഡീറ്റെയിൽസാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. വേരിയബിൾ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആദ്യമേ ഫസ്റ്റ് കുട്ടിയുടെ ക്ലാസ് നമ്പർ സ്റ്റോർ ചെയ്യുന്നു, തുടർന്ന് പേര് സ്റ്റോർ ചെയ്യുന്നു, തുടർന്ന് വെയ്റ്റ് സ്റ്റോർ ചെയ്യുന്നു. നോക്കുക, ഇവ മെമ്മറിയിൽ അവിടെയും ഇവിടെയുമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ല. തുടർന്ന് രണ്ടാമത്തെ കുട്ടികളുടെ നമ്പർ, നെയിം, വെയ്റ്റ് ഇവ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം മൂന്നാമത്തെ കുട്ടിയുടെ നമ്പർ, നെയിം, വെയ്റ്റ് ഇവ സ്റ്റോർ ചെയ്യുന്നു. മെമ്മറിയിൽ വാല്യൂസ് ചിതറിക്കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അറേ ഉപയോഗിച്ച് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യമേ
കുട്ടികളുടെ നമ്പറുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നു, അത് കണ്ടിന്യൂസ് ലൊക്കേഷനിലായി. തുടർന്ന് കുട്ടികളുടെ പേരുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നു, അതും കണ്ടിന്യൂസ് ലൊക്കേഷനുകളിൽ. തുടർന്ന് കുട്ടികളുടെ വെയിറ്റ് സ്റ്റോർ ചെയ്യുന്നു, അതും കണ്ടിന്യൂസ് ലൊക്കേഷനുകളിൽ. എന്നാലും ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ മെമ്മറിയിൽ അവിടെയും ഇവിടെയുമായിട്ടാണ് കിടക്കുന്നത്. ഇതേ വാല്യൂസ് സ്ട്രക്ചർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് 1 അനിൽ 35.500 എന്നീ വാല്യൂസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായി സ്റ്റോർ ചെയ്യുന്നു. തുടർന്ന് രണ്ടാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായി സ്റ്റോർ ചെയ്യപ്പെടുന്നു. തുടർന്ന് മൂന്നാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതായത് ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇതാണ് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് സ്ട്രക്ചറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ട്രക്ചർ ഈസ് എ user-defined data type of C++ used to represent a collection of logically related data items which may be of different types under a common name. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലധികം വാല്യൂസ് ഒരേ പേരിൽ കൈകാര്യം ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് പ്രോഗ്രാമിൽ സ്ട്രക്ചറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. രണ്ട്, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഒന്നുകൂടെ പറയുന്നു, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ് ഇനി കാണാൻ പോകുന്നത്. struct സ്ട്രക്ചർ നെയിം curly bracket open data type space variable 1 semicolon data type space variable 2 semicolon data type space variable n semicolon curly bracket close semicolon. ഇവിടെ struct എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അത് സ്ട്രക്ചർ ഡെഫിനിഷനെ സൂചിപ്പിക്കുന്നു. struct കീവേഡിന് ശേഷം സ്ട്രക്ചറിൻ്റെ പേരാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. തുടർന്ന് കർലി ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രക്ചറിൻ്റെ ഓരോ എലമെൻറ്റും സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ഏറ്റവും അവസാനം കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സെമി കോളനും ഇടണം. ഒരു ഉദാഹരണം കണ്ടു നോക്കാം. ഇവിടെ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിനുള്ളിൽ 3 എലമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 1 അഡ്മിഷൻ നമ്പർ, 2 നെയിം, 3 വെയിറ്റ്. അഡ്മിഷൻ നമ്പർ കൈകാര്യം ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വേരിയബിൾ ഉപയോഗിച്ചാണ്. നെയിം കൈകാര്യം ചെയ്യുന്നത് ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ചും വെയിറ്റ് കൈകാര്യം ചെയ്യുന്നത് ഒരു ഫ്ലോട്ട് വേരിയബിൾ ഉപയോഗിച്ചുമാണ്. സോ തുടക്കത്തിൽ സ്ട്രക്ചർ, അതിനുശേഷം സ്റ്റുഡൻ്റ് എന്ന പേര് പറയുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ എലമെൻറ്റിന് ആവശ്യമായ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അതായത് INT ADMNO. രണ്ടാമത്തെ വാല്യൂ പേര് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുക, ദാറ്റ് ഈസ് CHR നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ 5 സെമിക്കോളൻ. തുടർന്ന് വെയിറ്റ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ
വെയിറ്റ് എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ ഇടുന്നു. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും മെമ്മറിയിൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല. ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. മെമ്മറിയിൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. താഴെ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യുക. ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയി ഫോർ ഹാൻഡ്ലിംഗ് ദി എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, സാലറി. എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, സാലറി എന്നീ ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ഈ സ്ട്രക്ചറിൻ്റെ പേര് എംപ്ലോയി എന്നതാണ്. 2, ഈ സ്ട്രക്ചറിന് 3 എലമെൻറ്റ്സ് ഉണ്ട്: എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, സാലറി. അതുകൊണ്ട് നമുക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: struct എംപ്ലോയി, കർലി ബ്രാക്കറ്റ് ഓപ്പൺ, ഫസ്റ്റ് എലമെൻ്റായ എംപ്ലോയി നമ്പർ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ int EMBNO സെമി കോളൻ. രണ്ടാമത്തെ വാല്യൂ EMB നെയിം ഒരു സ്ട്രിങ് ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ എലമെൻ്റായി ഒരു ക്യാരക്ടർ അറേ ഉൾപ്പെടുത്തുന്നു. മൂന്നാമത്തെ എലമെൻ്റായ സാലറി ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതുകൊണ്ട് മൂന്നാമത് നമ്മൾ ഒരു ഇൻറ്റീജർ വേരിയബിൾ എലമെൻ്റായി ഉൾപ്പെടുത്തുന്നു. തുടർന്ന് കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും സെമി കോളൻ ഇടുകയും ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം. Create a structure product for handling details such as PID, PName, price, stock. ഇവിടെ പ്രൊഡക്റ്റ് എന്ന സ്ട്രക്ചറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 4 എലമെൻറ്റ്സ് ഉണ്ട് ഈ സ്ട്രക്ചറിന്: പ്രൊഡക്റ്റ് ID, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, സ്റ്റോക്ക്. ഈ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: സ്ട്രക്ട് പ്രൊഡക്റ്റ്, കർലി ബ്രാക്കറ്റ് ഓപ്പൺ, ഫസ്റ്റ് എലമെൻ്റ് PID ഇൻറ്റീജർ ആയതുകൊണ്ട് int PID സെമി കോളൻ, PName ക്യാരക്ടർ അറേ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം: CHR PName 20 സെമി കോളൻ. പ്രൈസ് ഒരു ഫ്ലോട്ട് വാല്യൂ ആയതുകൊണ്ട് ഫ്ലോട്ട് വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം: ഫ്ലോട്ട് പ്രൈസ് സെമി കോളൻ. സ്റ്റോക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് അത് ഒരു ഇൻറ്റീജർ വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം: int സ്റ്റോക്ക് സെമി കോളൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമി കോളൻ. ഒരു എക്സാമ്പിളും കൂടി കണ്ടു നോക്കാം. ഇവിടെ STU എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് 3 എലമെൻറ്റ്സ്: അഡ്മിഷൻ നമ്പർ, നെയിം, മാർക്സ് ഓഫ് 6 സബ്ജക്ട്സ്. ഓക്കെ, സോ struct STU, കർലി ബ്രാക്കറ്റ് ഓപ്പൺ, അഡ്മിഷൻ നമ്പർ ഇൻറ്റീജർ ആയതുകൊണ്ട് int ADMNO സെമി കോളൻ, നെയിം സ്ട്രിങ് ആയതുകൊണ്ട് CHR നെയിം 20 സെമി കോളൻ. മാർക്ക് അത് ഒരു മാർക്കല്ല 6 മാർക്ക് ആയതുകൊണ്ട് അത് നമുക്കൊരു ഇൻറ്റീജർ അറേ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാം: int മാർക്ക് 6 സെമി കോളൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് സെമി കോളൻ. ഇനി സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് താഴെ കാണുന്നു: struct സ്പേസ് സ്ട്രക്ചർ നെയിം സ്പേസ് വേരിയബിൾ നെയിം സെമി കോളൻ. ഉദാഹരണത്തിന് നമുക്ക് സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൻ്റെ S1 എന്ന വേരിയബിൾ
ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതുന്നു: STRECT സ്പേസ് സ്റ്റുഡൻറ്റ് സ്പേസ് S1 സെമിക്കോളൻ. ഇവിടെ സ്റ്റുഡൻ്റ് എന്നത് സ്ട്രക്ചർ നെയിമും S1 എന്നുള്ളത് സ്ട്രക്ചർ വേരിയബിൾ നെയിമുമാണ്. ഇതിന് മറ്റൊരു രൂപം കൂടിയുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ STRECT എന്ന കീവേഡ് ഉപയോഗിക്കുന്നില്ല. സ്ട്രക്ചർ നെയിം സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ എന്ന് കൊടുത്താൽ മാത്രം മതി. ഉദാഹരണം സ്റ്റുഡൻറ്റ് S1 സെമിക്കോളൻ. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. സ്ട്രക്ചർ ഡെഫിനിഷനൊപ്പം സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഉദാഹരണത്തിൽ കൂടി ഇത് കണ്ടു നോക്കാം. ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം സ്റ്റുഡൻറ്റിൻ്റെ S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതിന് രണ്ട് മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഒന്നാമത്തെ മെത്തേഡിൽ സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റിന് ശേഷം വേരിയബിൾ നെയിം സ്പെസിഫൈ ചെയ്യുകയും സെമിക്കോളൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡും ഇതുപോലെ തന്നെയാണ്. എന്നാൽ സ്ട്രക്ചറിൻ്റെ പേര് അവിടെ മിസ്സിംഗ് ആണ്. എന്താണ് ഈ രണ്ട് മെത്തേഡുകളും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡിൽ സ്റ്റുഡൻറ്റ് എന്ന പേരിൽ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റിൻ്റെ കൂടുതൽ വേരിയബിൾസ് S2, S3, S4 തുടങ്ങിയവ ക്രിയേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിച്ച് സാധിക്കും. എന്നാൽ രണ്ടാമത്തെ മെത്തേഡിൽ ഒരു സ്ട്രക്ചർ നെയിം ഇല്ലാത്തത് കൊണ്ട് ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ നിലനിൽക്കുന്നില്ല. അതിനാൽ ഈ സ്ട്രക്ചറിൻ്റെ കൂടുതൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു സ്ട്രക്ചർ വേരിയബിൾ മെമ്മറിയിൽ എപ്രകാരമാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി താഴെ കാണുന്ന സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുക. ഈ സ്ട്രക്ചറിൽ 4 എലമെൻറ്റ്സ് ആണുള്ളത്: അഡ്മിഷൻ നമ്പർ, നെയിം, ഗ്രൂപ്പ്, ഫീസ്. അഡ്മിഷൻ നമ്പർ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതുകൊണ്ട് അഡ്മിഷൻ നമ്പറിന് മെമ്മറിയിൽ 4 ബൈറ്റ്സ് അലോട്ട് ചെയ്യും. ഇവിടെ നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേയുടെ സൈസ് 5 ആണ്. അതുകൊണ്ട് മെമ്മറിയിൽ 5 ബൈറ്റ്സ് സ്പേസ് ആണ് നെയിമിന് അലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പും 5 ബൈറ്റ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അറേയാണ്. ഫീസ് ഇവിടെ ഫ്ലോട്ട് വാല്യൂ ആണ്. അതുകൊണ്ട് ഫീസിന് 4 ബൈറ്റ്സ് അലോട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൻ്റെ S1 എന്ന വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് S1ന് താഴെ കാണുന്ന രീതിയിൽ മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യപ്പെടും. ശ്രദ്ധിക്കുക, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് മെമ്മറിയിൽ സ്പേസ് അലൊക്കേഷൻ നടക്കുന്നത്. ഇനി സ്ട്രക്ചർ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് കൂടെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ വേരിയബിൾ ഒന്നിലധികം വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്യാൻ അറേ ഇനിഷ്യലൈസേഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൻ്റെ S1 എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. സ്റ്റുഡൻറ്റ് S1 ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനുള്ളിൽ 101,
Anil within double quotes, comma, 36.500, curly bracket close, semicolon. ഈ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ മെമ്മറിയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടും. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ സ്റ്റുഡൻറ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ വേരിയബിൾ ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും ഒരുമിച്ച് നടക്കുന്നു. ഇത് ചെയ്ത് കഴിയുമ്പോൾ മെമ്മറിയിൽ കാണുന്നത് പോലെ വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടും. ഒരു സ്ട്രക്ചർ വേരിയബിൾ ഒന്നിലധികം വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ വാല്യൂസ് ആക്സസ് ചെയ്യുവാൻ എലമെൻ്റ് നെയിം മാത്രം ഉപയോഗിച്ചാൽ പോരാ. സ്ട്രക്ചർ വേരിയബിളിൻ്റെ കൂടെ എലമെൻ്റ് നെയിമും കൂടി ഉപയോഗിക്കണം. ഇതിനായി C++ൽ ഡോട്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം കണ്ടു നോക്കാം. താഴെ കാണുന്ന സ്റ്റുഡൻറ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുക. ഇവിടെ 3 എലമെൻറ്റ്സ് ആണ് ഈ സ്ട്രക്ചറിലുള്ളത്. അഡ്മിഷൻ നമ്പർ, നെയിം, വെയ്റ്റ്. സ്റ്റുഡൻറ്റിൻ്റെ S1 എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് 101, അനിൽ 36.500 എന്നീ വാല്യൂസ് ഉപയോഗിച്ച് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി 101 എന്ന വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ADM_NO എന്ന് പറഞ്ഞാൽ പോരാ. പകരം S1ൻ്റെ ADM_NO എന്ന് പറയണം. അതിനായി നമ്മൾ സൂചിപ്പിക്കേണ്ടത് S1.ADM_NO എന്നാണ്. അതുപോലെ അനിൽ എന്ന പേര് ആക്സസ് ചെയ്യുവാനായി നെയിം എന്ന് പറയുന്നതിന് പകരം S1ൻ്റെ നെയിം എന്ന് പറയണം. അതായത് S1.name എന്ന് പറയണം. അതുപോലെ തന്നെ 36.500 എന്ന വാല്യൂ ലഭിക്കുന്നതിനായി നമ്മൾ S1.weight എന്ന് സൂചിപ്പിക്കണം. സോ സ്ട്രക്ചർ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാനുള്ള സിൻടാക്സ് ഇതാണ്. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം, അതായത് S1.ADM_NO, S1.name, S1.weight. ഇനി ഒരു സ്ട്രക്ചർ പ്രോഗ്രാം ചെയ്തു നോക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യുക. റൈറ്റ് എ C++ program to store and display a structure with 2 integer values. ഇവിടെ 2 ഇൻറ്റീജർ വാല്യൂസ് ഉൾപ്പെടുന്ന ഒരു സ്ട്രക്ചറിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനും ആ വാല്യൂസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനുമുള്ള പ്രോഗ്രാമാണ് എഴുതേണ്ടത്. നമുക്ക് തുടങ്ങാം. #include IOStream using namespace std semicolon. നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ട്രക്ചർ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ സ്ട്രക്ചർ നമ്മൾ ഗ്ലോബലായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ട്രക്ചർ ഡെഫിനിഷൻ IND മെയിൻ മുകളിലായി ഉൾപ്പെടുത്താം. സ്ട്രക്ചർ S IND A semicolon, IND B semicolon, curly bracket close semicolon. IND main bracket open bracket close curly bracket open. ശ്രദ്ധിക്കുക, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടും ഇതുവരെ മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത് സ്ട്രക്ചർ വേരിയബിൾ
ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. S1 സെമിക്കോളൻ. ഇവിടെ S1 എന്ന് പറയുന്നത് എസിൻ്റെ ഒരു സ്ട്രക്ചർ വേരിയബിളാണ്. ഈ പ്രോഗ്രാം ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മെമ്മറിയിൽ S1 എന്ന പേരിൽ 8 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യപ്പെടും. അതിൽ ആദ്യത്തെ 4 ബൈറ്റ്സ് എ എന്ന് പറയുന്ന എലമെൻറ്റിനും രണ്ടാമത്തെ 4 ബൈറ്റ്സ് ബി എന്ന എലമെൻറ്റിനും ആയിരിക്കും. ഇനി നമുക്ക് എയിലോട്ടും ബിയിലോട്ടും വാല്യൂസ് കീബോർഡിൽ നിന്ന് സ്വീകരിച്ച് സ്റ്റോർ ചെയ്യാം. അതിനായി 2 വാല്യൂസ് എൻ്റർ ചെയ്യാൻ യൂസറിനോട് ആവശ്യപ്പെടാം. cout എൻ്റർ സ്ട്രക്ചർ എലമെൻറ്റ്സ് A, B enter സെമിക്കോളൻ. യൂസർ കീബോർഡിൽ 2 വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. ഈ വാല്യൂസ് എയിലും ബിയിലും സ്റ്റോർ ചെയ്യുന്നതിനായി നമുക്ക് പ്രോഗ്രാം ലൈൻ എഴുതാം. Cin S1.A S1.B സെമിക്കോളൻ. ശ്രദ്ധിക്കുക, എ എന്നും ബി എന്നും പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ S1.A S1.B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എയിലും ബിയിലും വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി നമുക്ക് ഈ വാല്യൂസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. അതിനായി cout within double quotes the structure is enter cout double quotes നുള്ളിൽ a equal to S1.A /b/t b equal to S1.B സെമിക്കോളൻ എന്നീ ലൈനുകൾ എഴുതുക. ഈ ലൈനുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. റിട്ടേൺ 0 കർലി ബ്രാക്കറ്റ് ക്ലോസ്. ഇനി ഈ പ്രോഗ്രാം ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇതിനായി ജീനി ഓപ്പൺ ചെയ്ത് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. തുടർന്ന് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ലഭ്യമാകുന്ന വിൻഡോയിൽ എൻ്റർ സ്ട്രക്ചർ എലമെൻറ്റ്സ് AB എന്നതിന് 5 സ്പേസ് 10 എന്ന വാല്യൂസ് ഇൻപുട്ടായി നൽകുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന രീതിയിൽ ഔട്ട്പുട്ട് ലഭ്യമാകും. നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനുള്ളിൽ എലമെൻ്റായി മറ്റൊരു സ്ട്രക്ചർ വേരിയബിൾ വന്നാൽ അത്തരം സ്ട്രക്ചറുകളെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു ഉദാഹരണം കണ്ടു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 സ്ട്രക്ചറുകൾ കാണാൻ സാധിക്കും. ഡേറ്റ് എന്ന സ്ട്രക്ചറും സ്റ്റുഡൻ്റ് എന്ന സ്ട്രക്ചറും. ഡേറ്റ് എന്ന സ്ട്രക്ചറിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. DD, MM, YY. സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൽ 3 എലമെൻറ്റ്സ്. അഡ്മിഷൻ നമ്പർ, നെയിം, DOB. സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൻ്റെ 3ാമത്തെ എലമെൻ്റായ DOB ഒരു സ്ട്രക്ചർ വേരിയബിളാണ്. അത് ഡേറ്റ് സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഒരു എലമെൻ്റായി ഡേറ്റ് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ വന്നിരിക്കുന്നു. അതിനാൽ സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. ഡേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ സ്ട്രക്ചർ എന്നും സ്റ്റുഡൻറ്റിനെ നമ്മൾ ഔട്ടർ സ്ട്രക്ചർ എന്നും പറയാറുണ്ട്.
ഇതിൻ്റെ പിക്ചറൈസേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്റ്റുഡൻറ്റിൻ്റെ S1 എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ മെമ്മറിയിൽ താഴെ പറയുന്ന രീതിയിലായിരിക്കും മെമ്മറി അലോക്കേഷൻ നടക്കുക. S1ൻ്റെ എലമെൻ്റായി 3 പേർ, അഡ്മിഷൻ നമ്പർ, നെയിം, DOB മറ്റൊരു സ്ട്രക്ചർ വേരിയബിൾ ആയതുകൊണ്ട്, അത് ഡേറ്റ് മോഡലുള്ള സ്ട്രക്ചർ വേരിയബിൾ ആയതുകൊണ്ട് അതിനുള്ളിൽ 3 ഇന്നർ എലമെൻറ്റ്സ് DD, MM, YY. ഇനിഷ്യലൈസിങ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതിനായി ഇന്നർ സ്ട്രക്ചർ എലമെൻറ്റ്സിൻ്റെ വാല്യൂസ് ഒരു പ്രത്യേക കർലി ബ്രാക്കറ്റിനുള്ളിലായി നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് S1 എന്ന സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുവാൻ താഴെ പറയുന്ന പ്രോഗ്രാം ലൈൻ ഉപയോഗിക്കുക. സ്റ്റുഡൻറ്റ് S1 ഈക്വൽ ടു 101, ജോയൽ വിത്തിൻ ഡബിൾ കോട്ട്സ്, 10, 5, 2018. Accessing elements of nested structure. സ്ട്രക്ചർ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ C++ൽ ഡോട്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യേണ്ടി വരുമ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ഔട്ടർ സ്ട്രക്ചർ വേരിയബിളിൻ്റെ കൂടെയും എലമെൻ്റായി വരുന്ന ഇന്നർ സ്ട്രക്ചർ വേരിയബിളിൻ്റെ കൂടെയും ഉപയോഗിക്കേണ്ടതായുണ്ട്. നമുക്കൊരു ഉദാഹരണം കണ്ടു നോക്കാം. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലെ നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സുകൾക്കുള്ള വാല്യൂ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ADMNOയുടെ വാല്യൂ സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ കോഡ് ഉപയോഗിക്കാം. S1.ADMNO ഈക്വൽ ടു 101 നെയിമിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന കോഡ് ഇതാണ്. എന്നാൽ DOB എന്ന് പറയുന്ന സ്ട്രക്ചർ എലമെൻറ്റിനുള്ളിലുള്ള DD, MM, YY എന്നീ ഇന്നർ എലമെൻറ്റ്സുകളുടെ വാല്യൂ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കോഡ് ഇപ്രകാരമാണ്. S1.DOB.DD ഈക്വൽ ടു 10. അതായത് S1ലെ DOBയിലെ DDയുടെ വാല്യൂ 10. അതുപോലെ തന്നെ S1ലെ DOBയിലെ MMൻ്റെ വാല്യൂ 5 ആയി സെറ്റ് ചെയ്യാൻ S1.DOB.MM ഈക്വൽ ടു 5 എന്നും S1ലെ DOBയിലെ YYയുടെ വാല്യൂ സെറ്റ് ചെയ്യാൻ S1.DOB.YY ഈക്വൽ ടു 2018 എന്നും പ്രോഗ്രാം ലൈൻ എഴുതുക. ഇനി നമ്മൾ പഠിച്ച അറേ എന്ന ഡാറ്റ ടൈപ്പും സ്ട്രക്ചർ എന്ന ഡാറ്റ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അറേ അതൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. എന്നാൽ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അറേ എപ്പോഴും ഒരേ തരത്തിലുള്ള വാല്യൂസാണ് ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത്. സ്ട്രക്ചർ പലതരത്തിലുള്ള വാല്യൂസ് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു. അറേയുടെ വാല്യൂസ് ആക്സസ് ചെയ്യുന്നതിന് ഇൻഡെക്സ് എന്ന കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് A0, A1, A2,
തുടങ്ങിയവ. എന്നാൽ സ്ട്രക്ചർ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ്. S1.A, S1.B, എക്സെട്ര. ഒരു അറേയ്ക്കുള്ളിൽ മറ്റൊരു അറേ എലമെൻ്റായിട്ട് വന്നാൽ അതിനെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ എലമെൻ്റായിട്ട് വന്നാൽ അതിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. സ്ട്രക്ചർ എലമെൻറ്റിൻ്റെ അറേകൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിനുള്ളിൽ അറേ ഒരു എലമെൻ്റായി ഉൾപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും.